ഈജിപ്തിൽ നടന്ന സമാധാന ശ്രമങ്ങൾ കണ്ടതാണ്. ഗസയിൽ ഇപ്പോൾ സമാധാനം ഉടലെടുത്തിരിക്കുകയാണ്. 2 വർഷത്തെ വംശഹത്യയ്ക്ക് ശേഷം സമാധാനത്തിൻ്റെ പുലരികൾ ഗസയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പക്ഷേ തീരാത്ത ആശങ്കകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് എത്ര ദിവസം ഈ വെടിനിർത്തൽ തുടരും എന്നതിനെ ചുറ്റിപ്പറ്റിയാണ്. വെടിനിർത്തൽ കരാറിൽ ഇന്നലെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഹമാസ് നേതാക്കളുടെയും ഒക്കെ അസാന്നിധ്യത്തിലായിരുന്നു ഇത് ഒപ്പുവെക്കപ്പെട്ടത് എങ്കിൽ പോലും 3000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു സമാധാന സാഹചര്യം ഉടലെടുക്കുന്നത് എന്നതാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഈ സമാധാനം എന്നും നിലനിൽക്കും എന്ന് ട്രംപ് ഉറപ്പു പറയുന്നു. കരാർ രേഖ വളരെ സമഗ്രമാണ് എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. കരാർ രേഖയിൽ എന്താണ് ഉള്ളത് എന്നത് വിശദീകരിച്ചുകൊണ്ടാണ് ട്രംപ് ഈ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചത്. അമേരിക്കയും ഈജിപ്തും ഖത്തറും തുർക്കിയുമൊക്കെ ഈ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ ട്രംപാണ് ആദ്യം വെടിനിർത്തലിനെ കുറിച്ച് പറയുന്നത്. ട്രംപിൻ്റേതാണ് ഈ 20 ദിന പദ്ധതി. ട്രംപാണ് ഇപ്പോൾ അതൊരു ശാശ്വതമായിട്ടുള്ള സമാധാനമായിരിക്കുമെന്നത് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ അതിനപ്പുറം ഇത് എത്ര നാൾ നിലനിൽക്കും എന്ന വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറാകുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു സ്വതന്ത്ര പലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാകുമോ എന്നത് രണ്ടാമത്തെ ചോദ്യം. ഇതൊന്നും സാധ്യമായില്ല എങ്കിൽ എങ്ങനെ സമാധാനം ഉടലെടുക്കും എന്നതാണ് പ്രധാന ചോദ്യമായി സംശയമായി ഇവിടെ നിലനിൽക്കുന്നത്. ആരാണ് പലസ്തീനെ മുന്നോട്ട് നയിക്കുക? പലസ്തീന് പുറത്തുള്ള ആ അധികാര ഘടനയെ പലസ്തീനികൾ അംഗീകരിക്കുമോ? അതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് നയിക്കുമോ? ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ അതിനും അപ്പുറം ഒരു ആശങ്ക അവിടെ ഉടലെടുത്തിരിക്കുന്നത് ബന്ദികളുടെ കൈമാറ്റം പോലും പൂർണ്ണതോതിൽ നടക്കുന്നില്ല എന്നതാണ്. പലസ്തീനികളുടെ കൈമാറ്റം ഇസ്രയേൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം നടത്തിയതാണ്. 250ഓളം വരുന്ന ജീവപര്യന്തം തടവുകാരെയും ഏതാണ്ട് 1900ഓളം വരുന്ന മറ്റ് യുദ്ധകാലയളവിൽ പിടിച്ചവരെയും ഒക്കെ വിട്ടുകൊടുത്തതാണ്. അവർ പലസ്തീൻ്റെ മണ്ണിലേക്ക് തിരിച്ചെത്തി. പക്ഷേ 20 ബന്ധികളെയാണ് ഹമാസ് ജീവനോടെ കൈമാറിയത്. ബാക്കിയുള്ളവരുടെ ഏതാണ്ട് 26ഓളം മനുഷ്യരുടെ മൃതദേഹങ്ങൾ കൈമാറും എന്നതായിരുന്നു എഗ്രിമെന്റ്. അതിൽ 4 പേരെ മാത്രമാണ് ഹമാസ് ഇതുവരെ വിട്ടു നൽകിയത്. 4 മനുഷ്യരുടെ മൃതദേഹം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് വലിയ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. ഇസ്രയേലിൽ അതിനെതിരെ വലിയ രോഷം ഉയരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. മറ്റുള്ള മനുഷ്യരുടെ മൃതദേഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നതാണ് ഹമാസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്നതാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് സ്ഥിതി വളരെ ഗുരുതരമാക്കും എന്ന കാര്യങ്ങൾ ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളതിൽ 4 പേരുടെ മൃതദേഹങ്ങൾ ഇസ്രയേലിന് കൈമാറിയതിൽ ഈ 4 പേരെയും ഐഡന്റിഫൈ ചെയ്തു എന്ന കാര്യം IDF സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ ഒരു നേപ്പാളിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിവരം വരുന്നു. കൃഷിയുടെ പഠനത്തിനായി ഇസ്രയേലിലെത്തിയ നേപ്പാൾ വിദ്യാർത്ഥി ബിപിൻ ജോഷി ഹമാസ് തടങ്കലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് സ്ഥിരീകരിക്കുന്നത്. ബിപിൻ ജോഷിയുടെ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയിട്ടുണ്ട്. മൃതദേഹം ഇസ്രയേലിലേക്ക് തിരിച്ചെത്തിച്ചു. അവിടെ നിന്ന് നേപ്പാളിലേക്ക് കൊണ്ടുവരും. നേപ്പാൾ അംബാസിഡർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ബിപിൻ്റെ മരണം സ്ഥിരീകരിക്കുകയാണ്. ബാക്കി ഉള്ള മനുഷ്യർ ബാക്കി 4 പേരിൽ ബാക്കിയുള്ള മനുഷ്യരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ഇസ്രയേലി പൗരന്മാരാണ് എന്നതാണ് IDF സ്ഥിരീകരിക്കുന്നത്. എന്തായാലും 26ഓളം മനുഷ്യരുടെ മൃതദേഹങ്ങൾ ബന്ദികളാക്കിയവർ, അവർ തടങ്കലിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതിയവർ, അവരുടെ മൃതദേഹം വിട്ടു നൽകുന്നതിൽ 4 പേരുടെ മൃതദേഹം മാത്രം വിട്ടു നൽകുകയും ബാക്കിയുള്ളവരുടെ മൃതദേഹം നശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തു എന്നതാണ് ഇസ്രയേലി മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഇസ്രയേലിലെ ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ സമാധാന കരാറിലേക്ക് പോലും ഇസ്രയേൽ എത്തിപ്പെടുന്നത് എന്ന് നമുക്കറിയാം.
ബന്ദികളുടെ കൈമാറ്റം സാധ്യമാക്കാൻ അവരുടെ കുടുംബാംഗങ്ങൾ ചെലുത്തി വന്ന സമ്മർദ്ദം വളരെ വലുതാണ്. അത് ഇസ്രയേലിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നതാണ്. നെതന്യാഹു അയയാൻ തന്നെ കാരണം ഈ ബന്ദികളുടെ കൈമാറ്റമാണ്. അവിടെയാണ് ഈ 26 മൃതദേഹങ്ങൾ കൈമാറേണ്ടിടത്ത് 4 എണ്ണം മാത്രം നൽകുകയും ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ ഹമാസ് പുറത്തുവിടുന്നു എന്ന് ഇസ്രയേൽ ആരോപിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമാധാന ദൗത്യം എത്ര വരെ പോകും, ഈ വെടിനിർത്തൽ എത്ര വരെ നീളും എന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ ഉടലെടുത്തിരിക്കുന്നു. കരാറിൽ നിന്നുള്ള പിന്മാറ്റമാണോ ഇത് എന്ന സംശയങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. എന്തായാലും ആശങ്കയുടെ മണിക്കൂറുകളാണ്. ഇസ്രയേലിൽ വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു, വിമർശനങ്ങൾ ഉയരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഹമാസ് പലസ്തീനിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ സജീവമാക്കിയിരിക്കുന്നു. അവിടെ സായുധമായിട്ടുള്ള സംഘടനകളുമായുള്ള ഏറ്റുമുട്ടലുകൾ തുടരുന്നു എന്ന വിവരം വരികയാണ്. ഈ സായുധമായിട്ടുള്ള സേനകളെ, മനുഷ്യരെ ഇസ്രയേലാണ് അവിടെ ആധിപത്യത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന വലിയ ആരോപണം ഹമാസ് ഉയർത്തുന്നു. അവരുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. അവിടെ 30-ലധികം മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ആശങ്കയുടെ മണിക്കൂറുകളാണ്. ഇത് സമാധാനം തുടർന്നു പോകണമെങ്കിൽ സംയമനവും വാക്കുപാലിക്കലും വളരെ കൃത്യമായി നടക്കണം. അത് ഹമാസിനും ബാധ്യതയുള്ളതാണ്. പക്ഷേ ഹമാസ് അതിൽ നിന്ന് പിൻവലിയുന്നോ എന്ന സംശയങ്ങൾ ഈ മണിക്കൂറിൽ വളരെ ഗൗരവമായി ഉയരുന്നുണ്ട്. ഇസ്രയേലിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലോകം തന്നെ ഉറ്റുനോക്കുകയാണ്. ഇന്നലെയാണ് സമാധാന കരാർ ഒപ്പുവെച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഉയരുന്ന ഈ അസ്വാരസ്യങ്ങൾ സമാധാന കരാറിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്.